സരസ്, കത്തുകൾ അയച്ചിട്ട് മറുപടിയൊന്നുമില്ലല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ സരസു. ഈ സ്ഥിതിയിലും നിന്നെ വിവാഹം കഴിക്കാൻ ഞാൻ ഒരുക്കമാണ്. ജനാർദ്ദനൻ ചേട്ടാ, എന്റെ സ്നേഹം നീ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കൂ. നിന്റെ അച്ഛനോട് ഞാനിത് പറയട്ടെ? ചേട്ടാ, ഞാൻ നശിച്ചവളാണ്. ചേട്ടൻ എന്നെ കുറിച്ച് ഓർക്കരുത്. എനിക്ക് ചേട്ടനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ മനസ്സിലായില്ലേ? നിന്നോട് നിന്റെ ജീവിതമാണ് ഞാൻ ചോദിക്കുന്നത്. ഒരിക്കലൊരു തെറ്റ് പറ്റിയെന്ന് കരുതി ജീവിതം ഇങ്ങനെ നശിപ്പിക്കരുത് സരസു. മോള് മോള് എന്താണ് ചേച്ചി? അച്ഛൻ എവിടെ? അച്ഛൻ മരുന്ന് വാങ്ങിക്കാൻ പോയിരിക്കില്ലേ? ഇപ്പൊ വരും ചേച്ചി. ചേച്ചി ചേച്ചി എന്തിനാ കരയുന്നത്? ചേച്ചിക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഞാൻ പോയി ജാനകി എന്നെ വിളിച്ചോണ്ട് വരാം. എനിക്കിനി എന്ത് വിഷമം? എന്റെ ചേച്ചി നിനക്ക് ഞാൻ അമ്മയും ചേച്ചിയുമായിരുന്നു. ചേച്ചി ചേച്ചി എന്റെ എല്ലാമാണ്. എനിക്ക് തെറ്റുപറ്റി. ചേച്ചി മിണ്ടാതെ കിടന്നുറങ്ങും. കേൾക്കുമോളെ, എന്തുകൊണ്ടാ ചേച്ചിക്ക് തെറ്റുപറ്റിയത്? മോൾക്കറിയില്ല. പണക്കാരാണ്. പാവങ്ങളുടെ മനസ്സ് കാണാനുള്ള ഹൃദയം അവർക്കില്ല. അവർക്ക് നമ്മളൊക്കെ കളിപ്പാവുകളാണ്. പണം പിശാചാണ് മോളെ. ആ പിശാചാണ് എന്നെ ഇവിടെ നശിപ്പിച്ചത്. എന്റെ പൊന്ന ചേച്ചിക്കറിയല്ല. നിനക്കെങ്കിലും ഇങ്ങനെ ഒരു തെറ്റ് പറ്റരുത്. ഒരിക്കലല്ല, ഒരിക്കലല്ല. ഇനിയും ടിവിയിൽ പണക്കാരിൽ വരും. എന്റെ മോൾ അവരുടെ വരയിൽ വീഴരുത്. ഒരു കാലത്തുള്ള ചേച്ചി, എന്റെ ചേച്ചിയോട് ഞാൻ സത്യം ചെയ്യുന്നു. ഞാനിനി ജീവിക്കില്ല മോളെ. എനിക്ക് തീരെ വയ്യ ചേച്ചി. മോളെ, എന്റെ കുഞ്ഞിനെ എടുക്കൂ. നീയാണ് ഇനി അമ്മ. ചേച്ചി, ഇവന് നീ നിന്റെ മനസ്സിൽ വെച്ച് വളർത്തണം. നിന്റെ ചേച്ചിക്ക് പറ്റിയ തെറ്റ് ഇവനെ കാണുമ്പോഴല്ല ചേച്ചി. ചേച്ചി അങ്ങനൊന്നും സംസാരിക്കല്ലേ. ചേച്ചിക്കൊന്നും സംഭവിക്കില്ല. എന്റെ പൊന്ന് ചേച്ചിയല്ലേ. ചേച്ചി കിടന്നുറങ്ങും. ഉറങ്ങിക്കുള്ളൂ.
ചേച്ചി ചേച്ചി എനിക്ക് ചേച്ചി കുഞ്ഞു കരയുന്നു ചേച്ചി 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 മെല കൊടുക്കൂ ചേച്ചി 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 ആ പെണ്ണിന്റെ കഥ കേട്ട് സാറിന് വിഷമമായോ? അങ്ങനെ അങ്ങനെ നിങ്ങളൊക്കെ പോയി. ആ സാറിനെ കണ്ട ഒരു മിണ്ടാപ്പൂച്ചയാ. എന്നാലും തലവടക്കുന്ന കൂട്ടത്തിലാണെന്ന് വിചാരിച്ചു. നിന്റെ അച്ഛനെ വിചാരിച്ചാ ഞാൻ നാവടക്കി ഇരിക്കുന്നു. ആരെ വിചാരിച്ചിട്ടായാലും അതിന്റെ ഗുണം നിനക്ക് തന്നെയാ. ഞാൻ ചെന്നിട്ട് വേണം അച്ഛൻ അങ്ങാടിയിൽ പോവാൻ. വരൂ, നമുക്ക് വീട്ടിലേക്ക് പോവാം. അച്ഛാ, അച്ഛാ, ദാ സാറ് വന്നിരിക്കുന്നു. നമുക്ക് പോകാം. അയ്യോ, ഞാൻ അങ്ങോട്ട് പുറപ്പെടുകയായിരുന്നു. സാരമില്ല, വന്ന സ്ഥിതിക്ക് സ്വല്പം ഇരുന്നിട്ട് പോവാം. ഇവിടെ ഇത്രയൊക്കെ സൗകര്യമുള്ളൂ. വിശേഷിച്ച് ഞാൻ ഈയിടെയായി ഇങ്ങനെ പല സ്ഥലങ്ങളിലും മാറി മാറി താമസിച്ചു. പട്ടണങ്ങൾ എനിക്കിഷ്ടമല്ല. ഈ ഉൾനാട്ടിലെ ജീവിതം ഒരുതരം ഒളിക്കൽ മാത്രമാണ് എന്ന് കരുതിയാൽ മതി. ഞാനൊന്നും അന്വേഷിച്ച് നടന്നില്ല. എന്നാൽ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സാർ. രാധയെ പരിചയപ്പെട്ടപ്പോൾ എന്റെ മനസ്സ് അവളെ അന്വേഷിക്കുകയായിരുന്നു എന്നൊരു തോന്നലുണ്ടായി. ഞാൻ അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് അച്ഛനില്ല. ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ഈ വിവാഹാലോചന നടത്തണം. വിശ്വസിക്കാൻ വിഷമമാകുമെന്ന് എനിക്കറിയാം. ഞാൻ ഭ്രാന്ത് പറയുകയാണോ എന്ന് നിങ്ങൾക്ക് തോന്നാം. സാറേ, ഈ 20 കൊല്ലങ്ങൾക്കിടയിൽ ഈ ടിവിയിൽ വെച്ച് പലതും നടന്നിട്ടുണ്ട്. പലപ്പോഴും കണ്ണടച്ചു നിന്ന് അത് സഹിക്കേണ്ടിയും വന്നിട്ടുണ്ട്. എന്നാൽ ആദ്യമായി അവിടെ വെച്ച് ഒരു ജീവിതം അപകടപ്പെടുന്നത് 5 കൊല്ലം മുമ്പാണ്. അത് കാണേണ്ട വിധം കാണുകയും ശ്രദ്ധിക്കേണ്ട വിധം ശ്രദ്ധിക്കുകയും ചെയ്യാത്ത കുറ്റം എന്നിലുണ്ട്. ആ കഥ ഇനി അവിടെ ആവർത്തിക്കരുത്. അതും എന്റെ അറിവോടുകൂടി. ഞാൻ പറയുന്നത് സത്യമാണ്. എനിക്ക് കേൾക്കേണ്ട സാർ. മറ്റു വല്ല കാര്യമുണ്ടെങ്കിൽ സാറ് പറഞ്ഞു. വിവാഹം ചെയ്ത് ഞാൻ അവളെ എന്റെ കൂടെ കൊണ്ടുപോകും. ആഗ്രഹം തീർന്നാൽ തെരുവിൽ ഇറക്കി വിടും. നിങ്ങളൊക്കെ പണക്കാരല്ലേ? യശോനാരെ, ഞാൻ എന്റെ കഥ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്കെന്നെ മനസ്സിലാകുമായിരുന്നു. ഞാൻ ഒരുത്തി വിവാഹം കഴിക്കുമെങ്കിൽ അതൊരു പാവപ്പെട്ട പെൺകുട്ടി തന്നെ ആയിരിക്കും. അതെന്റെ ഉറച്ച തീരുമാനമാണ്. നിങ്ങൾക്കെന്നെ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ എന്നെ സഹായിക്കൂ. കളിച്ച് കളിച്ച് കളി കാര്യമായല്ലോ.